കുട്ടികളെ ക്ലാസ് 8-ലെ പേജ് നമ്പർ 79-ലെ തേർഡ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ലുക്ക് അറ്റ് ദീസ്. 1 into 4 equal to 2 into 3 minus 2. That is 2 into 3. That is 6 minus 2 ആണല്ലോ 4. Then 2 into 5. അതായത് 3 into 4 minus 2. 2 into 5 എന്ന് വെച്ചാൽ 10 ആണ്. 3 into 4 12 minus 2 10 വരും. 3 into 6 that is equal to 4 into 5 minus 2. 4 into 7 5 into 6 minus 2. ഈ ഒരു പാറ്റേൺ കണ്ടല്ലോ. ഇവിടെ 1 2 3 4 എന്ന് പറഞ്ഞു പോകുന്നു, 4 5 6 7 എന്ന് പറഞ്ഞു പോകുന്നു. എല്ലാ ലാസ്റ്റത്തേതിൽ 2 2 2 എന്ന് തന്നെ വരുന്നു. റൈറ്റ് ദ നെക്സ്റ്റ് 2 ലൈൻ ഇൻ ദിസ് പാറ്റേൺ. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ നെക്സ്റ്റ് 2 ലൈൻസ് എഴുതാൻ പറ്റും അല്ലേ? ഞാൻ ഈ ലൈനിനോട് ചേർത്ത് വെച്ച് തന്നെ നമുക്ക് എഴുതാം. അപ്പം നിങ്ങൾക്ക് കുറച്ച് ഈസി ആവും. 1 2 3 4 5 വരുന്നു. അപ്പം 1 into 4 2 into 5 3 into 6 4 into 7 ആവുന്നത്. അപ്പം ഇവിടെ എന്ത് വരും? 5 into 8 is equal to, ഇവിടെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ 4 ആണെങ്കിൽ ഇവിടെ 5 വന്നു, 3 ആണെങ്കിൽ 4 വന്നു. അപ്പം നമ്മളിവിടെ എന്ത് എഴുതണം? 5 കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് നമ്പർ ആയ 6 into 5 into 6 4 into 5 ഒരു നമ്പർ കഴിഞ്ഞിട്ടുള്ള ആളാണ്. അപ്പം 6 into 7 മൈനസ് 2. ശരിയാണോ നോക്കിയേ? 8 5s are 40 നമുക്ക് കിട്ടും. ഇവിടെ 6 7s are 42 മൈനസ് 2. അപ്പോഴും എന്ത് തന്നെ നമുക്ക് കിട്ടും? 40 കിട്ടും. അപ്പം നെക്സ്റ്റ് ലൈൻ നമുക്ക് കിട്ടി. ഇനി അടുത്ത രണ്ട് ലൈൻ ഏതാ? തൊട്ടടുത്ത ലൈൻ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ നോക്കാമേ. 5 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരേണ്ടത് ഏത് നമ്പറാണ്? ടീച്ചർ അവിടെ വെട്ടിയത് കൊണ്ട് സ്ഥലമില്ല അതുപോലെ. അടുത്ത നമ്പർ വരുന്നത് 5 6 into 9 is equal to 7 into 8 minus 2 അല്ലേ? 6 9s are എത്ര വരും? 54 വരും. 8 7s are 56 മൈനസ് 2. അതും എന്ത് തന്നെ വരും? 2 54 തന്നെ വരും. അപ്പോൾ നെക്സ്റ്റ് 2 ലൈൻ എഴുതിയത് ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് വി ടേക്ക് 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്, what is the relation between the product of the first and the last and product of the middle two? അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ടുള്ള കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പം തുടർച്ചയായിട്ടുള്ള 1 2 കോൺസിക്യൂട്ടീവ് എന്ന് വെച്ചാൽ തുടർച്ചയായ കേട്ടോ. 1 2 3 4 അവർ പറഞ്ഞിരിക്കുന്നത് ഇഫ് യു ടേക്ക് 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്, വാട്ട് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ദ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്? ഒന്നാമത്തേതും അവസാനത്തേന്റെയും പ്രോഡക്റ്റ് എടുക്കുന്നു. എത്ര കിട്ടുന്നു ഉത്തരം? ആൻസർ 4 എന്ന് കിട്ടും. ഇനി ദെൻ ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ദ മിഡിൽ ടു, ഇടയിലത്തെ രണ്ടുപേരുടെ പ്രോഡക്റ്റ് എടുത്തു. എത്രയാണ്? 3 2s are 6. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ 1ഉം ടീച്ചറുടെ അത് എഴുതിയ അതേ കണ്ടീഷനാണ്, പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. അപ്പം നമ്മൾ എത്ര കിട്ടി? 1 4s are 4 കിട്ടി. പ്രോഡക്റ്റ് ഓഫ് മിഡിൽ ടു 2 3s are എത്ര? 6. അതിൽ നിന്നും -2 രണ്ടെണ്ണം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സെയിം ആൻസർ തന്നെ കിട്ടും. അപ്പൊ ഈ ഒരു പാറ്റേൺ ആണല്ലോ ഇവിടെ വന്നത്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്, ദ പ്രോഡക്റ്റ് ഓഫ് ദ മിഡിൽ ടു. അപ്പൊ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ചെയ്ത ആൻസർ എന്താണോ അത് കിട്ടണമെങ്കിൽ മിഡിൽ ടു നമ്പറിന്റെ പ്രോഡക്റ്റിൽ നിന്ന് 2 മൈനസ് ചെയ്താൽ മതി എന്നല്ലേ നമുക്ക് കിട്ടിയത്. നോക്കിക്കേ, 1 4s are 4 എന്ന് കിട്ടി, 2 3s are 6 എന്ന് കിട്ടി. സെയിം ആവുന്നത് എങ്ങനെയാ? ഇതിൽ നിന്ന് 2 മൈനസ് ചെയ്തെങ്കിലേ ഇത് രണ്ടും എന്താവുള്ളൂ? ഒരുപോലെ ആവുള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് മിഡിൽ ടൂവിൽ നിന്നും 2 മൈനസ് ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ് ഈ സെക്കൻഡ് ലൈനിന്റെ അർത്ഥം. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദിസ് ആസ് ജനറൽ പ്രിൻസിപ്പിൾ ഇൻ ആൾജിബ്ര ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്. ആൾജിബ്ര എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് വൈ എന്നോ എ ബി സി എന്നോ ഒക്കെ കൂട്ടി എഴുതുന്നതിനാണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെ എഴുതാം? അപ്പോൾ ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതുമ്പം നമ്മൾ എന്താണ് ഈ ലെറ്റേഴ്സ് ഉപയോഗിച്ച് എഴുതുമ്പോൾ ഫസ്റ്റ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എക്സ് ആയിട്ട് വിചാരിക്കുക, അടുത്തത് x+1, അടുത്തത് x+2, അടുത്തത് x+, ഇതാണല്ലോ 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്മൾ എടുക്കുന്നത് എന്താണ്? x into x+3. അത് എങ്ങനെ ഈക്വൽ ആവുന്നത്? മിഡിൽ 2 ടേംസിന്റെ പ്രോഡക്റ്റിൽ നിന്ന് 2 മൈനസ് ചെയ്യണം. അപ്പൊ x+1 into x+2 -2. ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ഫുൾ ഇത്ര എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഈ ടീച്ചർ വേണമെങ്കിൽ ഇതിനൊരു എക്സ്പ്ലനേഷൻ കാണിച്ചു തരാം. x into x എന്താണെന്ന് നമുക്കറിയാം. x into x x² + 3x. അതവിടെ നിൽക്കട്ടെ. ഇവിടെ നോക്കാം. x into x എന്ന് പറയുന്നത് x²
പ്ലസ് ഈ എക്സ് ഇൻറ്റു എക്സ് ചെയ്തു, അടുത്തത് എക്സ് ഇൻറ്റു 2 ദാറ്റ് ഈസ് 2x, അടുത്തത് 1 ഇൻറ്റു എക്സ് 1x 1 ഇൻറ്റു 2 ഇങ്ങനെ ചെയ്തു, ദെൻ ഇങ്ങനെ ചെയ്തു 1 ഇൻറ്റു 2 2 മൈനസ് 2. ഈ പ്ലസ് 2 മൈനസ് 2 എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1x എത്രയാ? 2x പ്ലസ് 1x എന്ന് പറഞ്ഞാൽ 2 ആപ്പിൾ ഒരാപ്പിളോട് ചേർന്ന 3x കണ്ടോ, രണ്ട് സെയിം ആയത് കണ്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ടീച്ചർ ഈ കോളത്തിൽ ഇട്ടിരിക്കുന്നത് എഴുതി വെച്ചാലും മതിയാവും കേട്ടോ. അടുത്തത് 4ാമത്തെ ചോദ്യമാണ്. ഷോൺ ബിലോ ഇസ്